ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വെജിബോർഡ്. മക്കളെ, എല്ലാവർക്കും വെജിബോർഡ് CUT-ലേക്ക് സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ സംശയത്തോടെ ഇരിക്കുന്ന അവസ്ഥയായിരിക്കില്ലേ? നമ്മുടെ മെയ് 8-ാം തീയതി നടക്കേണ്ട CUT എക്സാമിന് ഇതുവരെയും എക്സാമിൻ്റെ ഡേറ്റ് ഷീറ്റ് വന്നിട്ടില്ല, അതുപോലെ സിറ്റ് ഇൻറ്റിമേഷൻ വന്നിട്ടില്ല, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് പോലും വന്നിട്ടില്ല. പക്ഷേ പരീക്ഷയാണ് അല്ലേ? നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷയാണെന്നുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് 6-ാം തീയതി അർദ്ധരാത്രിയിലാണ്. ഓക്കെ, നിങ്ങളുടെ പരീക്ഷയുടെ തൊട്ട് തലേന്നുള്ള രാത്രിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇത്രയും നേരമായിട്ട് പോലും നമ്മുടെ NTL എന്ത് ചെയ്തിട്ടില്ല, ഈ പറഞ്ഞ എക്സാമിനെ കുറിച്ചുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഉയരുന്ന വലിയൊരു സംശയം എന്ന് പറഞ്ഞാൽ എക്സാം മാറ്റി വെച്ചിട്ടുണ്ടോന്നോ? ഓക്കെ, എക്സാം മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ്. ഒരു പക്ഷേ നിങ്ങളും തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടാവുക എക്സാം മാറ്റി വെച്ചോ ഇല്ലേ, ഈ ഒരു കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. എങ്കിലും മക്കളെ, നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളുടെ എക്സാം മാറ്റി വെക്കാൻ പോവുകയാണ്. ആദ്യമേ ഞാൻ പറയട്ടെ, നിങ്ങളുടെ എക്സാം മാറ്റി വെക്കാൻ പോകണേ. കാരണം ഈ പറഞ്ഞ മെയ് 8-ാം തീയതി നമ്മുടെ എക്സാം നടക്കണമെങ്കിൽ ഒരാഴ്ച മുമ്പ് നമുക്ക് എന്ത് വേണം? ഒരാഴ്ച മുമ്പ് നമ്മുടെ ഡേറ്റ് ഷീറ്റ് അവർ പബ്ലിഷ് ചെയ്യണം. ഓക്കെ, ഡേറ്റ് ഷീറ്റ് NTA പബ്ലിഷ് ചെയ്യാറുണ്ട്. എല്ലാ എക്സാമും NTA നടത്തുന്ന ഏത് എക്സാം ആയിക്കോട്ടെ, അത് CUT നെറ്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഈ പറഞ്ഞ CUT ആയിക്കോട്ടെ, CUT PG ആയിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ JNUയിലേക്കുള്ള എൻട്രൻസ് ആയിക്കോട്ടെ, CUSET ആയിക്കോട്ടെ, NCET ആയിക്കോട്ടെ, ഇനി അതൊന്നുമല്ല UGC നെറ്റ് നിലവാരത്തിലുള്ള നാഷണൽ ലെവൽ എക്സാം ആണെങ്കിൽ പോലും എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ വരുന്ന ജൂൺ മാസത്തിലാണ് നെറ്റ് എക്സാം നടക്കാൻ പോകുന്നത്. ആ ജൂൺ മാസത്തിൽ എക്സാം നടക്കും. ജൂൺ 21 മുതൽ 30 വരെയുള്ള ഡേറ്റിൻ്റെ ഇടയിൽ എക്സാം നടക്കുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, NTA ഇപ്പോൾ തന്നെ ഡേറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്രയും പ്ലാനിങ് ആയിട്ട് ചെയ്യുന്ന NTA എന്ത് ചെയ്തിട്ടില്ല, ഈ CUT UG എക്സാമിൻ്റെ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ഡേറ്റ് ഷീറ്റ് പുറത്തിട്ടില്ല. മുൻപ് നമ്മളോട് പറഞ്ഞതായിരുന്നു ഈ പറഞ്ഞ മെയ് 8-ാം തീയതി മുതൽ ജൂൺ 1-ാം തീയതി വരെ ആയിട്ട് നമ്മുടെ എക്സാം നടക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരു അപ്ഡേഷൻ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതിന് മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ, എക്സാമിന് ഈ 24 മണിക്കൂർ സമയം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ എക്സാം മാറ്റി വെക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം 37 സബ്ജക്റ്റുകളായിട്ടാണ് നമ്മുടെ CUT UG ഇത്തവണ നടത്തുന്നത്. അതിൽ 13 ലാംഗ്വേജുകൾ, പിന്നെ 23 ഡൊമൈൻ സബ്ജക്റ്റുകളും വരുന്നുണ്ട്. മൊത്തം 36 പ്ലസ് ഒരു ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റും കൂടിയാണ് നമുക്ക് അതിൽ വരുന്നത്. ഈ 3 ടെസ്റ്റുകൾ ചേർത്തിട്ട്, ഈ 3 ഏരിയകൾ നമ്മൾ ചേർത്തിട്ടാണ് 37 പേപ്പറുകൾ പറഞ്ഞത്. അങ്ങനെ മൊത്തം 50 ക്വസ്റ്റ്യൻസ് 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ കൊണ്ട് 50 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് അഥവാ CBT എക്സാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഇത്തവണ ഉള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ NTA എന്ത് ചെയ്തില്ലേ, എക്സാമിനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ എക്സാമിൻ്റെ കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എക്സാം മാറ്റി വെച്ചു എന്ന് തന്നെയാണ് നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ എക്സാമിൻ്റെ ഒരാഴ്ച മുൻപ് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ മിക്കവാറും എക്സാം എന്ന് നടത്തുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നടത്താനാണ് ചാൻസ് കൊടുത്തുള്ളത്. കൂടുതലായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയ വിവരങ്ങൾ എന്ന് പറയുന്നത്, ഈ വരുന്ന മെയ് 13-ാം തീയതി മുതൽ നിങ്ങളുടെ CUT എക്സാം നടക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം, ഇതുവരെ പഠിച്ച് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ 8-ാം തീയതി പരീക്ഷ എന്ന് മൈൻഡിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് കേട്ട് ഡെസ്പ് ആവരുത്. എക്സാം മാറ്റി വെക്കുക എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾ കാണാം. കൂടുതൽ എന്ത് ചെയ്യും, നമുക്ക് പഠിക്കാൻ കൂടുതൽ സമയം കിട്ടുകയാണ്, നമുക്ക് റിവിഷൻ ചെയ്യാൻ കൂടുതൽ സമയം കിട്ടണേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ കൂടുതൽ സമയം കിട്ടണേ, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടണേ. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ കിട്ടിയ സമയം എന്ത് ചെയ്യുക, ഏറ്റവും വൃത്തിയായിട്ട് ഉപയോഗിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുട്ബോൾ മത്സരത്തിന് ഇറങ്ങുന്നതിന് മുൻപ് വാമപ്പ് ചെയ്യാറുണ്ടല്ലേ? എന്തിനാണ്? ഗ്രൗണ്ടിൽ ഏറ്റവും മികച്ച നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ എക്സാം എന്ന് പറയുന്ന ഈ മത്സരത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു വാമപ്പിൻ്റെ സെഷനായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഒരാഴ്ച കൃത്യമായിട്ട് ഉപയോഗിക്കുക. നന്നായിട്ട് ചെയ്യാൻ എല്ലാവരും കൊണ്ട് സാധിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്ത് ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ തൊട്ടതായ നിങ്ങളുടെ കൺസേണും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, എജുബോർഡിൻ്റെ ഈ പറഞ്ഞ CUT ഹാൻഡിൽ തൊട്ടതായ കമൻറ്റ് ചെയ്തിടാം. അത് നിങ്ങളുടെ കംപ്ലീറ്റ് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ റൈറ്റാണ്, നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ പറഞ്ഞിടാം. അപ്പോൾ വീണ്ടും പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വീഡിയോസും കാര്യങ്ങളും കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളും CUT ആയിട്ട് ബന്ധപ്പെട്ട എന്ത് അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എജുബോർഡിൻ്റെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകാം. മക്കളെ, വീണ്ടും കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും എക്സാം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, തയ്യാറെടുപ്പുകൾ പിന്നോട്ട് പോകാൻ പാടില്ല. കാരണം CUTയുടെ എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ, CUT UG എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുമ്പം ആ റാങ്ക് ലിസ്റ്റ് ഏറ്റവും മികച്ച റാങ്കുകളുമായിട്ട് മുന്നിൽ നിൽക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.